അപ്പോൾ സിറ്റി ഗോൾഡിൻ്റെ നമ്മൾ ഇതിന് മുമ്പ് ഒരു ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. ഗിവ് അവേ അല്ല, നമ്മളെ ഫോളോ ചെയ്തവർക്ക് ഒരു ഡയമണ്ട് റിംഗ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ആൻസർ പറയുന്നവർക്കാണ് അതിൽ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഡയമണ്ട് റിംഗ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ റൂൾസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ കറക്റ്റ് എത്ര പ്രാവശ്യം സിറ്റി ഗോൾഡ് എന്ന് പറയുന്നുണ്ട്, അത് കറക്റ്റ് എണ്ണം പറഞ്ഞെങ്കിൽ, പിന്നെ അതിൻ്റെ കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാൾ മെൻഷൻ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് ഇത് പോകാട്ടോ. ആർക്കാണ് വിന്നർ എന്നറിയില്ല. 712 കമൻറ്റ് വന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആൻസർ 17 ആണെന്നല്ല, 17 പ്രാവശ്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എൻ്റെത് മാത്രമാണ് പറയേണ്ടത്. 17 പ്രാവശ്യം സിറ്റി ഗോൾഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വിന്നറെ സെലക്ട് ചെയ്യും. വിന്നറെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കറക്റ്റ് കിട്ടൂല. അപ്പോൾ കറക്റ്റ് 17 എന്ന് പറഞ്ഞ ആൾക്കാരെ മാത്രമേ എടുക്കൂട്ടാ. ഇപ്പം നമ്മൾ അതിൽ പേര് മെൻഷൻ ചെയ്ത ആൾക്കാരെയും, ഒരാളെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, ഒരു മെൻഷൻ ചെയ്ത ആൾക്കാരെയും പിന്നെ നമ്മളെ ഫോളോ ചെയ്ത ആൾക്കാരാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. 712 കമൻ്റ് ഉണ്ട്. അപ്പം മെൻഷൻ ചെയ്തത് ഒരാളെ മെൻഷൻ ചെയ്യണം, അതുപോലെ നമ്പർ ഓഫ് വിന്നർ, ഈ 2 ഓപ്ഷൻ മാത്രം നമുക്ക് കിട്ടും. ഇത് കഴിഞ്ഞിട്ട് അതിൽ കറക്റ്റ് ആൻസർ ആണെങ്കിൽ, കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് അവർക്ക് വിന്നായിട്ട് എടുക്കാം കേട്ടോ. അഥവാ റോങ് ആൻസറും ഫോളോ ചെയ്യാത്ത ആളാണെങ്കിൽ നമ്മൾ അടുത്ത ആൾ പിടിക്കട്ടോ. ഫൈൻ അടിച്ചോക്കാം, ആരായിരിക്കും വിന്നർ എന്നറിയാം. ഇല്ല, വിന്നർ മനാസിർ എന്നുള്ളത് അക്കൗണ്ട് കാണിക്കണം. മനാസിർ കറക്റ്റ് ആൻസർ ആണോ പറഞ്ഞിട്ടുള്ളത് നോക്കണം കേട്ടോ. പക്ഷെ മനാസിർ പറഞ്ഞ ഉത്തരം തെറ്റാണ് കേട്ടോ. 32 പറഞ്ഞത് വേറെ തമാശ കിട്ടുമായിരിക്കും, പക്ഷെ ആൻസർ തെറ്റാണ്. അപ്പോൾ അടുത്ത ആൾ എടുക്കേണ്ടായിരിക്കും. അപ്പോൾ അടുത്തതിൽ നമ്മൊന്ന് നോക്കിയിട്ടുണ്ട്, ആരെ കിട്ടും നോക്കാം കേട്ടോ. ഇതിൽ കറക്റ്റ് ആൻസർ പറഞ്ഞവർക്ക് കിട്ടും. ഷിറിൻ ഷംസ്. ഉത്തരം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കൊടുക്കൂട്ടോ, അല്ലെങ്കിൽ അടുത്ത നമ്മൾ കറക്റ്റ് കുത്തി എടുക്കും. 17 പറയേണ്ടതാണ്. ഒറ്റ കമന്റ് അല്ലേ കാണുന്നത്. ഷിറിൻ ഷംസ് ഈ അക്കൗണ്ട് തന്നെയാണ്, പക്ഷെ ഉത്തരം 20 പറഞ്ഞത്. ആൻസർ 17 ആണ്. ജുസൈന ഷെറിൻ, പക്ഷെ ആൻസർ തെറ്റാണ്. ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന ആരാണോ അവർക്ക് കൊടുക്കാം. അതിൽ ഉത്തരം കറക്റ്റ് ആണ്. ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാട്ടോ, മുകളിലോട്ടും താഴോട്ടും. ഞാൻ കാണണ്ട. ഓക്കെ, താഴോട്ട് മുകളിലോട്ട് ഫുള്ളൊന്ന് സ്ക്രോൾ ചെയ്താക്കാം. ഇറക്കി കുത്തിയെടുക്കാം. ഉത്തരം മുർഷി ജാബ്സിന് തൊട്ടിട്ടുണ്ട്. അറിയുന്നല്ലോ, പക്ഷെ കുറേ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഉത്തരം കുറേ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ എങ്ങനെ കൊടുക്കും? ഏതെങ്കിലും ഒരു ആൻസർ. ഇത് ആൻസർ 17, 18, 19, 20 എല്ലാം പറഞ്ഞു. ഒരാൾ തന്നെ പറഞ്ഞത്. ഇത് ഭയങ്കര ടാസ്ക് ആണല്ലോ, അല്ലേ? കുറെ കമന്റ് ഇട്ടല്ലേ, അത് മാറ്റണ്ടേ? അതന്നെ, ഒറ്റ ആൻസർ ഒറ്റ പ്രാവശ്യം അല്ലേ സ്ക്രോൾ ചെയ്യാം. കാരണം ഇത് വലിയൊരു വിഷയം ഉണ്ടാകാൻ പാടില്ല. ആൾക്കാർ കമന്റ് എടുത്തിട്ട് നമ്മൾ തെറി പറയും. ഓക്കെ, സോഫീനന്റെ ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ. 17 ആണ്. ഒരാളെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കാല്ലേ. അത് സിറ്റി ഗോൾഡിനെ ഫോളോ ചെയ്തിട്ട് നോക്കണം. സോഫീനന്റെ ഫോളോ ലിസ്റ്റിലല്ലേ, അല്ലെങ്കിൽ സിറ്റി ഗോൾഡിന്റെ തുറക്കണം. അല്ല, അത് തുറക്കില്ല. സൗഫീനല്ലേ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. കളയല്ല, അക്കൗണ്ട് ആവശ്യമുണ്ട്. അങ്ങനെ സ്ക്രീൻഷോട്ട് എങ്ങനെയാ? അയ്യോ, സൗഫീന എന്നുള്ള അക്കൗണ്ട് ഇപ്പം നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്താണ് സേവ് ചെയ്തോക്കാം. ഓക്കെ, ഈ സൗഫീന എന്നുള്ള ആള് ഫോളോ ചെയ്തിട്ടുണ്ട്. സിറ്റി ഗോൾഡിനെ നോക്കണം അല്ലേ? സിറ്റി ഗോൾഡ് ഫോളോ ചെയ്തിട്ടുണ്ട്. എന്നെയും ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനേട്ടാ. എന്റെ അക്കൗണ്ട് അതന്നെ, ആള് തന്നെ. എന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പോയി. യെസ്, ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോ വിന്നർ നമുക്ക് സൗഫീന എന്നുള്ള അക്കൗണ്ടിൽ കൊടുക്കാട്ടോ. സോഫീന, കൺഗ്രാറ്റുലേഷൻസ്. സിറ്റി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുവത്തൂർ ബ്രാഞ്ചിലെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സിറ്റി ഗോൾഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു വീഡിയോ. എത്ര പ്രാവശ്യം സിറ്റി ഗോൾഡ് എന്നുള്ള പേര് അതിൽ പരാമർശിക്കുന്നു എന്നതായിരുന്നു ആ വീഡിയോയുടെ കണ്ടന്റ്. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ സെലക്ട് ചെയ്ത ആൾക്കൊരു ഡയമണ്ട് റിങ് കൊടുക്കുന്നു സിറ്റി ഗോൾഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൂടെ സെലക്ട് ചെയ്ത ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സൗഫീന പെരുമ്പട്ട എന്ന സ്ഥലത്ത് നിന്ന് വരുന്ന സൗഫീനയാണ് അതിൽ വിന്നറായിട്ടുള്ളത്. അപ്പം അവർക്ക് ആ റിങ് കൈമാറാൻ വേണ്ടിയിട്ട് നമ്മുടെ മാനേജിങ് ഡയറക്ടർ റഷീദ് സാറിനെ ക്ഷണിക്കുന്നു.